കഴിഞ്ഞ ആഴ്ച കേരളത്തെ ഞെട്ടിച്ച ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട കോന്നിയിൽ നിന്നായിരുന്നു 13-കാരിയെ കൂട്ടുകാരി ഉൾപ്പെടെ സഹപാഠികളായ 6 പേർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു ആ വാർത്ത. സ്കൂൾ കൗൺസിലിംഗിനിടെയാണ് വിദ്യാർത്ഥിനി തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ വെളിപ്പെടുത്തിയത്. ഞെട്ടിക്കുന്ന ഈ വിവരങ്ങളെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പ്രായപൂർത്തിയാകാത്ത 4 പേർ ഉൾപ്പെടെയുള്ള 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. മക്കൾ സുരക്ഷിതമായിരിക്കുമെന്ന് കരുതപ്പെടുന്ന സ്കൂളുകൾ പോലും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവിൽ ഓരോ മാതാപിതാക്കളും നെഞ്ചിൽ കൈവച്ചു പോയ ആ വാർത്തയുടെ ആഘാതം വിട്ടൊഴിയുന്നതിന് മുൻപ് അതിന്റെ തുടർച്ചയും എത്തി. ആരോപണം വ്യാജമാണ്. മൊഴികളിൽ വൈരുദ്ധ്യം തോന്നിയതിനെ തുടർന്ന് പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ ലൈംഗിക പീഡനം നടന്നതിന്റെ സൂചനകൾ ലഭിച്ചില്ല. അതോടെ കേസ് കൂടുതൽ സങ്കീർണമാവുകയും പെൺകുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഒടുവിൽ പെൺകുട്ടിക്ക് ആ സത്യം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. താൻ വ്യാജ ആരോപണം ഉന്നയിച്ചതാണ്. പ്രണയനഷ്ടം സംഭവിച്ചതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി പെൺകുട്ടി കെട്ടിച്ചമച്ച കഥയായിരുന്നു അത്രേ ആ പീഡനം. ലൈംഗിക പീഡനം നടന്നില്ലല്ലോ എന്നോർത്ത് കേരളം ആശ്വസിക്കുന്നുണ്ട് എങ്കിലും ആ ആശ്വാസത്തിന് പിന്നിൽ പല ആകുലതകളും അവശേഷിക്കുന്നുണ്ട്. കാരണം അത്യന്തം ഗൗരവതരമായ ഒരു നിയമത്തെയാണ് വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ആ 13-കാരി ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോക്സോയുടെ പേരിലുള്ള വ്യാജ ആരോപണം ഉന്നയിക്കപ്പെട്ടതിന്റെ അലയൊലികൾ വർത്തമാനകാല സമൂഹത്തിൽ സജീവമായി നിലനിൽക്കുമ്പോൾ പോക്സോ നിയമത്തെയും അത് നൽകുന്ന പരിരക്ഷയെയും അനുബന്ധിച്ച കാര്യങ്ങളെയും കുറിച്ച് നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്താണ് പോക്സോ? പോക്സോ കേസിലെ ശിക്ഷകൾ എന്തെല്ലാമാണ്? വ്യാജ പോക്സോ കേസിൽ എന്താണ് നടപടി? പോക്സോ എന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്സ്വൽ ഒഫൻസസ് ആക്ട് 2012 എന്ന നിയമത്തിന്റെ ചുരുക്കപ്പേരാണ്. ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 2012 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ലൈംഗിക ബന്ധം മാത്രമല്ല, ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിക്കുന്നത് പോലും പോക്സോയുടെ പരിധിയിൽ പെടുന്നതാണ് എന്നുള്ളതാണ് വാസ്തവം. ലൈംഗിക താല്പര്യത്തോടെ കുട്ടിയെ ശല്യം ചെയ്യുക, അശ്ലീല ചിത്രങ്ങളിലോ വീഡിയോകളിലോ കുട്ടിയെ ഉപയോഗിക്കുക, ഓൺലൈൻ വഴിയായി കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയോ വശീകരിക്കുകയോ ചെയ്യുക എന്നിവയെല്ലാം പോക്സോയുടെ പരിധിയിൽ പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. മറ്റ് നിയമങ്ങൾ പോലെയല്ല പോക്സോ നിയമം. പോക്സോ നിയമം കുട്ടിയുടെ മാനസിക അവസ്ഥയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ് പ്രത്യേകത. ശിക്ഷ നേടിക്കൊടുക്കുക മാത്രമല്ല, കുട്ടികൾക്ക് സുരക്ഷിതത്വം നൽകുകയും ഇതിന്റെ ഭാഗം കൂടിയാണ്. മാനസികമായ പിന്തുണ നൽകിയും സ്വകാര്യത സംരക്ഷിക്കുകയും ചെയ്യുന്നതും പോക്സോ നിയമത്തിന്റെ നന്മകളാണ്. ആവശ്യമെങ്കിൽ പുനരധിവാസം പോലും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. പോക്സോ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയിൽ പ്രത്യേക നിയമം ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ചില വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അവ കുട്ടികളെ ഗൗരവത്തിൽ എടുക്കുന്നവ ആയിരുന്നില്ല. ആ അവസ്ഥയ്ക്ക് പോക്സോ നിയമത്തിലൂടെ മാറ്റം വന്നു. കുട്ടികളെ പരിഗണിക്കുന്ന, അവരെ മാനിക്കുന്ന, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിയമമാണ് പോക്സോ നിയമം എന്ന് വേണമെങ്കിൽ പറയാം. വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കത്തക്ക വിധത്തിലാണ് പോക്സോ കോടതികൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ കുട്ടിയുടെ പേരോ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങളോ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും നിയമത്തിൽ പറയുന്നുണ്ട്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കും ആൺപെൺ ഭേദമന്യേ ഇതിന്റെ സംരക്ഷണം ലഭിക്കുന്നുവെന്നതും എല്ലാവരും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു എന്നതുമാണ് പോക്സോ നിയമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെ ആയതുകൊണ്ട് ലൈംഗിക ബന്ധം നടന്നത് മനസമ്മതത്തോടെ ആണ് എന്ന് പറഞ്ഞാൽ പോലും അത് നിയമപരമായി സാധൂകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുമായി ലൈംഗിക ബന്ധമോ ലൈംഗിക പ്രവൃത്തികളോ നടന്നാൽ സാഹചര്യം അനുസരിച്ച് അത് പോക്സോ നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുക, ഇരകൾക്ക് സുരക്ഷയും നീതിയും ഉറപ്പുവരുത്തുക, കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ നൽകുക എന്നിവയെല്ലാമാണ് പോക്സോ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ദേശീയ കുറ്റകൃത്യ രേഖാ ബ്യൂറോ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, കേരളം എന്നിവയാണ്. പലപ്പോഴും സംഭവിക്കുന്നതിൽ തീരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഭയം, ബാഹ്യമായ സമ്മർദ്ദം, സാമൂഹ്യ അപമാനം, കുറ്റവാളിയുമായുള്ള അടുത്ത ബന്ധം എന്നിവയെല്ലാം പല സംഭവങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ തടസ്സമായി നിലനിൽക്കുന്ന ഘടകങ്ങളാണ്. മുൻകാലങ്ങളിലും കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗിക്കപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേതുപോലെ അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇന്ന് സ്കൂളുകളിലും സമൂഹത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം വർദ്ധിച്ചതോടെ കുട്ടികൾ ഇക്കാര്യം വെളിപ്പെടുത്താൻ തയ്യാറായിരിക്കുകയാണ്.
സ്കൂൾ കൗൺസിലിംഗ് വേളകളിൽ പല കുട്ടികളും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പോക്സോ കേസുകളിൽ നാം കാണുന്ന സവിശേഷത പലപ്പോഴും ഇത്തരം കേസുകളിൽ പ്രതിസ്ഥാനത്തെത്തുന്നവർ കുടുംബാംഗങ്ങളോ കുട്ടികളുമായി അടുത്ത ഇടപഴകുന്നവരോ കുട്ടിയെ നന്നായി അറിയാവുന്നവരോ ഒക്കെയാണ് എന്നതാണ്. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നവർ മദ്യപാനികളോ അപരിചിതരോ ചെറുപ്പക്കാരോ മാത്രമാണ് എന്ന് കരുതുകയും വേണ്ട. ഏത് പ്രായത്തിലും ഏത് ലിംഗത്തിലും പെട്ടവരും സമൂഹത്തിൽ ഉന്നത പദവികളിൽ വിരാജിക്കുന്നവർ വരെ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് മനുഷ്യ മനസാക്ഷിയുടെ മേൽ കനത്ത ആഘാതമാണ് വരുത്തിവെക്കുന്നത്. മകളുടെ മക്കൾക്കൊപ്പം കളിക്കാൻ വന്ന അയൽവക്കത്തെ പിഞ്ചു ബാലികയെ റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സ്ഥിരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്ന വാർത്ത അടുത്ത കാലത്താണ് പുറത്തു വന്നത്. അതുപോലെ വീട്ടിൽ അതിഥിയായി എത്തി സഹോദരനെയും സഹോദരിയെയും ഒന്നുപോലെ പീഡിപ്പിച്ച കേസുകളും നാം ഞെട്ടലോടെയാണ് കേട്ടത്. അയൽവാസികളും ബന്ധുക്കളും മാത്രമല്ല, അധ്യാപകർ പോലും കുട്ടികളെ പീഡിപ്പിക്കുന്നു എന്നതാണ് ഖേദകരമായ മറ്റൊരു സംഗതി. ട്യൂഷൻ സെന്ററുകളും സ്കൂളുകളും കുട്ടികൾ ഇരകളാക്കപ്പെടുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നുണ്ട്. കുട്ടികളുമായുള്ള അടുപ്പം മുതലെടുത്താണ് ഇവിടെ അവർ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കപ്പെടുന്നത്. അത്യന്തം ഖേദകരമാണ് ഇവയെല്ലാം. തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ചിങ്ങിന്റെ മറവിൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ക്രിക്കറ്റ് കോച്ച് എം മനുവിന് ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതി കഠിന തടവും പിഴയും വിധിച്ചത് അടുത്ത കാലത്തായിരുന്നു. ക്രിക്കറ്റ് കോച്ചിങ്ങിന്റെ മറവിൽ പെൺകുട്ടികളെ ജിമ്മിലും ബാത്റൂമിലും കൊണ്ടുപോയിട്ടാണ് അയാൾ ക്രൂരപീഡനം നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ട്യൂഷൻ അധ്യാപകനായ സുഭാഷ് കുമാറിന് 18 വർഷം കഠിന തടവിന് കോടതി വിധിച്ചതും പലരുടെയും ഓർമ്മയിലുണ്ട്. കുട്ടികളെ സംരക്ഷിക്കുകയും സുരക്ഷിതരാക്കുകയും ചെയ്യേണ്ടവർ തന്നെയാണ് അവരുടെ മാനാഭിമാനങ്ങൾക്ക് വില പറയുന്നത് എന്നതാണ് ഏറെ അപലപനീയമായ വസ്തുത. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ അത് എത്രത്തോളം ഭീതിജനകമാണ്. സ്പോർട്സ് ഉൾപ്പെടെയുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ പെൺകുട്ടികൾക്കായി വനിതാ പരിശീലകരെ നിയമിക്കണമെന്ന് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ്. മതസ്ഥാപനങ്ങൾ, ഓൺലൈൻ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടും നിരവധി പോക്സോ കേസുകൾ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായി എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ ആവും? ചില സൂചനകൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അസാധാരണമായ ഭയം, സ്കൂളിൽ പോകാൻ പേടി, പെട്ടെന്നുള്ള സ്വഭാവമാറ്റം, ഉറക്ക പ്രശ്നങ്ങൾ, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള പേടിയും മടിയും, ലൈംഗിക വിഷയങ്ങളിൽ പ്രായത്തേക്കാൾ കൂടുതൽ അറിവ് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ കുട്ടികൾ ലൈംഗിക പീഡനത്തിന് ഇരകളായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. എന്നാൽ ഈ ലക്ഷണങ്ങളെല്ലാം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവുമല്ല. പക്ഷേ ഇത്തരം ലക്ഷണങ്ങളെ മാതാപിതാക്കൾ അവഗണിക്കരുത് എന്ന് മാത്രം. കോന്നിയിലെ വ്യാജ പോക്സോ കേസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സമാനമായ വിധത്തിൽ മറ്റ് പല വ്യാജ ആരോപണങ്ങളും വർത്തമാനകാലങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ പുരുഷ ലാക്രോസ് ടീമിലെ 3 വിദ്യാർത്ഥികൾക്കെതിരെ ഉയർന്ന ബലാത്സംഗ ആരോപണമാണ് അതിലൊന്ന്. ഡ്യൂക്ക് ലാക്രോസ് കേസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2006 മാർച്ച് 13-ന് 3 വിദ്യാർത്ഥികൾ ഒരു വീട്ടിൽ നടത്തിയ പാർട്ടിക്കിടയിൽ ഒരു സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു ആരോപണം. ബലാത്സംഗം, ലൈംഗിക അതിക്രമം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇതിൽ ആരോപിക്കപ്പെട്ടത്. എന്നാൽ കൂടുതൽ അന്വേഷണങ്ങളിൽ പരാതിക്കാരിയുടെ മൊഴികളിൽ പല വൈരുദ്ധ്യങ്ങളും കണ്ടെത്തുകയും DNA പരിശോധനയിൽ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളുടെയും DNA തെളിവുകൾ ലഭിക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ കുട്ടികളെ നിരപരാധികളെന്ന് കോടതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. 2024-ൽ ഈ സ്ത്രീ തന്നെ ബലാത്സംഗ ആരോപണം താൻ കെട്ടിച്ചമച്ചതാണ് എന്ന് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തി എന്നതും വാസ്തവമാണ്. ഇതുപോലെയുള്ള സമാനമായ വ്യാജ പോക്സോ കേസുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലതിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം. 2024-ൽ കേരള ഹൈക്കോടതി പരിഗണിച്ച ഒരു കേസിൽ ദാമ്പത്യ തർക്കത്തിന്റെയും കുട്ടിയുടെ കസ്റ്റഡി തർക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ പിതാവിനെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പക്ഷേ തെളിവുകൾ പരിശോധിച്ച കോടതി കേസ് വ്യാജമാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട്ടിലെ സേലം ജില്ലയിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെന്ന ആരോപണത്തെ തുടർന്ന് പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും 2 വർഷത്തെ തടവിന് കോടതി വിധിക്കുകയും ചെയ്തു. DNA പരിശോധനയിൽ പക്ഷേ അയാൾ കുഞ്ഞിന്റെ പിതാവല്ല എന്ന് വ്യക്തമായി. തുടർന്ന് പോക്സോ കോടതി അയാളെ കുറ്റവിമുക്തൻ ആക്കുകയായിരുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുത്താനായി അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഇയാളെ കുറ്റവാളിയാക്കി മാറ്റുകയായിരുന്നു. ഇത്തരത്തിലുള്ള വ്യാജ പോക്സോ ആരോപണങ്ങൾ ഹരിയാനയിലും നോയിഡയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം തെളിവുകൾ ഹാജരാക്കാൻ ഇരകൾക്ക് കഴിഞ്ഞില്ല. വ്യാജ ആരോപണങ്ങളായിരുന്നു ഇവയെല്ലാം എന്ന് പിന്നീട് കോടതി കണ്ടെത്തുകയും കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെട്ടവരെ വിട്ടയക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പ്രണയബന്ധം വീട്ടിൽ അറിയിച്ചതിന് പ്രതികാരമായി 2 യുവാക്കൾക്കെതിരെ കേരളത്തിൽ ഒരു പെൺകുട്ടി വ്യാജ ആരോപണം ഉന്നയിക്കുകയും
പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കോടതി ആ ചെറുപ്പക്കാരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആർക്കെതിരെയും ഉപയോഗിക്കാവുന്ന കുതന്ത്രത്തിന്റെ ഭാഗമായിട്ടല്ല പോക്സോ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. കുട്ടികൾക്കെതിരെയുള്ള ഏതു തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ചെറുക്കാനും പ്രതിരോധിക്കാനും കുറ്റവാളികളെ ശിക്ഷിക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് ആ നിയമത്തിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. അനേകം കുട്ടികളുടെ കണ്ണീര് തുടയ്ക്കാൻ കഴിവുള്ള പോക്സോ നിയമത്തെയാണ് ഇവിടെ കോന്നിയിലെ 13കാരി ഏറ്റവും നിസാരമായി സമീപിച്ചത്. വ്യക്തിവിദ്വേഷം തീർക്കാൻ നിയമത്തിന്റെ പരിരക്ഷ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ആ കുട്ടി ചെയ്ത തെറ്റ്. നിയമം കയ്യിലെടുക്കാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണ്. നിയമത്തിന്റെ ഗൗരവം കളഞ്ഞു കുളിക്കുന്നവരെ നീതിയുടെയും നിയമത്തിന്റെയും പേരിൽ തന്നെ ശിക്ഷിക്കാൻ നാം തയ്യാറാകണം. കാരണം കളിയല്ല പോക്സോ. അതുപോലെ പെണ്ണിന് മാത്രമല്ല മാനമുള്ളത്, ആണിനുമുണ്ട് മാനം. വ്യാജ ലൈംഗിക ആരോപണത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വന്ന, പോലീസ് മർദ്ദിച്ചുവെന്ന് ആരോപണം ഉന്നയിച്ച ആ ചെറുപ്പക്കാരുടെ മാനസിക അവസ്ഥ നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അതും പ്രായപൂർത്തി പോലും ആകാത്തവരാണവർ. സമൂഹത്തിന് മുൻപിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് നിന്നതിന്റെ ട്രോമ അവരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട അവസ്ഥ, നിരപരാധിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. അതിനൊക്കെ ആ 13കാരി എന്ത് പരിഹാരം നൽകും? അതിനൊക്കെ പുറമെ പോലീസും കോടതിയും കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിധി പ്രസ്താവങ്ങൾ നൽകുന്ന സംഘർഷങ്ങളിലൂടെയും ആ കുട്ടികൾ കടന്നു പോകേണ്ടതുണ്ട്. ഇതൊന്നും അവഗണിക്കാവുന്നവയല്ല. ആർക്കെതിരെയും പോക്സോ കേസ് ഉന്നയിക്കാമെന്ന അവസ്ഥ ഉണ്ടാകരുത്. തെല്ലും ആശ്വാസ്യമല്ല അത്. പോക്സോ കേസുകൾ വന്നാൽ കേസെടുക്കാതിരിക്കാനാവില്ല പോലീസിന്. പക്ഷേ അവയിൽ ചിലത് വ്യാജമായിരുന്നുവെന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുമ്പോൾ പോലീസ് പോലും പ്രതികൂട്ടിലാകുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. യഥാർത്ഥ പോക്സോ കേസുകൾ വന്നാൽ ഇനി മുതൽ അതിനെ സംശയിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുന്നത് അർഹതപ്പെട്ട കേസുകളിൽ പോലും നീതി നടപ്പിലാക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കും എന്നുള്ളതാണ് വാസ്തവം. അതിന്റെ മറവിൽ കുറ്റവാളികൾ രക്ഷപ്പെടുകയും അർഹർക്ക് നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യും. തർക്കങ്ങളിലും വ്യക്തിവിദ്വേഷങ്ങളിലും പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കേരള ഹൈക്കോടതി മുൻപും നിരീക്ഷിച്ചിട്ടുള്ളതാണ്. വ്യാജ പോക്സോ കേസുകളിലെല്ലാം കോടതി നിരീക്ഷിച്ച കാര്യം പ്രത്യേകം സ്മരണീയമാണ്. പോക്സോ നിയമം കുട്ടികളെ സംരക്ഷിക്കാൻ അത്യാവശ്യമാണ്. പക്ഷേ അത് വ്യക്തിപരമായ പ്രതികാരത്തിനോ കുടുംബ തർക്കങ്ങൾക്കോ ഉപയോഗിക്കരുത്. വ്യാജ കേസുകൾ യഥാർത്ഥ ഇരകളുടെ പരാതികളിലുള്ള പൊതുജന വിശ്വാസം ദുർബലമാക്കാം. ഇതൊക്കെ തന്നെയാണ് കോന്നിയിലും സംഭവിച്ചിരിക്കുന്നത്. മാധ്യമ വിചാരണ നീതിന്യായത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ലൈംഗിക അതിക്രമ പരാതികളെ ഗൗരവമായി അന്വേഷിക്കണമെന്നുമുള്ള പാഠങ്ങളും പല കേസുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതൊരു വ്യാജ ആരോപണ കേസിലും ഈ പൊതു തത്വം ബാധകമാണ്. മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുന്ന രീതിയിൽ വ്യക്തിവിദ്വേഷം തീർക്കാനായി വ്യാജ പോക്സോ കേസുകളുമായി ആരും നീതിപീഠത്തെ സമീപിക്കാതിരിക്കട്ടെ. ഇരകൾക്ക് വേദനയും മാനഹാനിയും സംഭവിക്കുന്നത് പോലെ തന്നെ വ്യാജ ആരോപണങ്ങളിലെ കുറ്റാരോപിതർക്കും വേദനയും മാനഹാനിയും അഭിമാനക്ഷതവുമുണ്ട് എന്ന കാര്യം മറക്കരുത്. എല്ലാ വേദനയും ഒരുപോലെ തന്നെയാണ്. ആരെ ബാധിക്കുന്നുവെന്നത് മാത്രമാണ് ഇതിൽ വ്യത്യാസമുള്ളത്. കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷയ്ക്കായി നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ബോധവാന്മാരാകേണ്ടതുണ്ട്. പീഡന ശ്രമങ്ങളോ മോശം പെരുമാറ്റമോ ഉണ്ടായാൽ ഭയപ്പെടാതെ അക്കാര്യം മാതാപിതാക്കളെയോ അധികാരികളെയോ അറിയിക്കാൻ കുട്ടികൾ തയ്യാറാവണം. അതിനാദ്യം വേണ്ടത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ആരോഗ്യകരമായിരിക്കുക എന്നതാണ്. മക്കളെ കേൾക്കാനും അതാത് ദിവസത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. സ്വന്തം കാര്യം നോക്കിയും നൈമിഷികമായ സന്തോഷങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ സമയമില്ല എന്നത് ഇന്ന് പല കുടുംബങ്ങളിലും കണ്ടുവരുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് തന്നെ അനിഷ്ടകരമായ സംഭവം ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് ഉണ്ടായാൽ തന്നെ അക്കാര്യം മാതാപിതാക്കളോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്ക് ഇല്ലാതെ പോകുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നത് കുട്ടിപ്പീഡകർക്ക് വീണ്ടും അത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യുന്നത്. പല പോക്സോ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗ് വഴിയാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടോ മാതാപിതാക്കളോട് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയാൻ മക്കൾക്ക് കഴിയാതെ പോയി എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളോട് തുറന്നു സംസാരിക്കുകയും അനുചിതമായ പെരുമാറ്റമോ വാക്കോ പോലും മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായാൽ തുറന്നു പറയണമെന്നും നിർദ്ദേശം നൽകുകയും വേണം. നല്ല സ്നേഹബന്ധങ്ങളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഹൃദ്യതയുള്ള അടുപ്പവും നമ്മുടെ കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിലൂടെ ഒരു പരിധിവരെ ഇത്തരം അത്യാഹിതങ്ങളെ ഇല്ലാതാക്കാനും കുറ്റവാളികളെ കണ്ടെത്താനും നമുക്ക് സഹായകരമാകുന്നതാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന ശിക്ഷകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 3 മുതൽ 5 വർഷം വരെയാണ് ഇതിന് ലഭിക്കാവുന്ന ഏറ്റവും കുറവ് ശിക്ഷ. ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് 5 മുതൽ 20 വർഷം വരെയാണ് തടവ്.
കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കൈമാറുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിന് തടവും പിഴയുമാണ് ശിക്ഷ. ഇതിലും ഗുരുതരമായ കേസുകൾക്ക് ആജീവനാന്ത തടവ് വരെ ലഭിക്കുകയും ചെയ്യാം. ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു കുട്ടി തുറന്നു പറഞ്ഞിട്ട് അക്കാര്യം അധികാരികളെ അറിയിക്കാതെ മറച്ചു വെക്കുന്നതും കുറ്റവാളികൾക്കുള്ള ശിക്ഷ പോലെ ശിക്ഷാർഹമായ കുറ്റമാണ്. കുറ്റം ചെയ്യാൻ കൂട്ടുനിൽക്കുന്നതിന് തുല്യവുമാണത്. അതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ അനുഭവിച്ചതായി അറിയാമെങ്കിൽ കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരാനും അർഹമായ ശിക്ഷ അവർക്ക് മേടിച്ചു കൊടുക്കാനും നാം കേസുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും ചിന്ത പോലും പലപ്പോഴും പെൺകുഞ്ഞുങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് അത് എന്നാണ്. അതുകൊണ്ട് തന്നെ പെൺമക്കൾക്ക് കൊടുക്കുന്ന സുരക്ഷിതത്വവും കരുതലുമൊന്നും ഇക്കാര്യത്തിൽ പലപ്പോഴും ആൺകുട്ടികൾക്ക് ലഭിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. തന്മൂലം മറ്റുള്ളവരിൽ നിന്ന് ലൈംഗികമായ പീഡനമേൽക്കേണ്ടി വരുന്ന ആൺകുട്ടികൾക്ക് തങ്ങൾക്ക് അകപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് ആരോടെങ്കിലും തുറന്നു പറയാൻ കഴിയാതെ വരുന്നു. വീടുകളിൽ ബന്ധുക്കളാലും പരിചയക്കാരാലും നമ്മുടെ ആൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവൂ. പെൺമക്കളെ എന്നതുപോലെ ആൺമക്കളെയും നാം കരുതലോടെ പൊതിഞ്ഞു പിടിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ സ്പർശനം മുതൽ മറ്റ് ഇടപെടലുകൾ വരെയുള്ള അതിർത്തികൾ നിശ്ചയിക്കാൻ അവർക്ക് നാം വീടുകളിൽ പരിശീലനം നൽകേണ്ടതുണ്ട്. പോക്സോ കേസുകൾ പരിഗണിക്കുമ്പോൾ അതിൽ മെഡിക്കൽ പരിശോധന തെളിവുകളിൽ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മെഡിക്കൽ തെളിവ് കൊണ്ട് മാത്രം കുറ്റം തെളിയിക്കാൻ ആവും എന്നുമില്ല. കുട്ടിയുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുകയും ആവശ്യമായ ചികിത്സ നൽകുകയും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയുമാണ് മെഡിക്കൽ പരിശോധനയുടെ ലക്ഷ്യം. അതുപോലെ കോടതിക്ക് സഹായകരമായ മെഡിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ റിപ്പോർട്ടിനൊപ്പം കുട്ടിയുടെ മൊഴി, സാക്ഷികളുടെ മൊഴികൾ, ഫോറൻസിക് തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, മറ്റ് സാഹചര്യ തെളിവുകൾ എന്നിവയും പരിഗണിക്കപ്പെടേണ്ടവയാണ്. മെഡിക്കൽ പരിശോധനയിൽ ശരീരത്തിലെ പരിക്കുകളായ പോറലുകൾ, മുറിവുകൾ, ചതവുകൾ, കടിയേറ്റ പാടുകൾ തുടങ്ങിയവയും അവയുടെ സ്വഭാവവും കണക്കിലെടുക്കാറുണ്ട്. ജനനേന്ദ്രിയത്തിലോ മലദ്വാരത്തിലോ സംഭവിച്ച പരിക്കുകളാണ് മറ്റൊരു തെളിവ്. പരിക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രം ലൈംഗിക അതിക്രമം നടന്നിട്ടില്ല എന്ന് പറയാനാവില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വസ്ത്രങ്ങൾ, രക്തം, മൂത്രം തുടങ്ങിയവ ഫോറൻസിക് തെളിവുകളുടെ കൂട്ടത്തിൽ പെടുന്നവയാണ്. കുട്ടിയുടെ മൊഴി, സാക്ഷിമൊഴികൾ എന്നിവയും പ്രധാനപ്പെട്ട തെളിവുകളാണ്. മറ്റെല്ലാ തെളിവുകളുടെ അഭാവത്തിലും കുട്ടിയുടെ മൊഴി വ്യക്തവും വിശ്വസനീയമാണോ എങ്കിൽ അത് മാത്രം മതിയാകും പോക്സോ കേസ് തെളിയിക്കപ്പെടാൻ. സംഭവം നേരിട്ട് കണ്ടവരോ കുട്ടി ആദ്യം വിവരം പറഞ്ഞ മാതാപിതാക്കളുടെയോ അധ്യാപകരുടെയോ ബന്ധുക്കളുടെയോ കൗൺസിലർമാരുടെയോ മൊഴികളും സ്ഥിരീകരണ തെളിവായി ഉപയോഗിക്കാവുന്നവയാണ്. ഡിജിറ്റൽ തെളിവുകളായ മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ, ഫോട്ടോകൾ, വീഡിയോകൾ, കോളുകളുടെ വിവരങ്ങൾ എന്നിവയും CCTV ദൃശ്യങ്ങളും തെളിവുകളാണ്. ഇതിനു പുറമെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന രേഖയും തെളിവാണ്. സാഹചര്യ തെളിവുകളും പോക്സോ കേസിന് ബാധകമാണ്. സംഭവ സ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യം, കുട്ടിയുമായുള്ള ബന്ധം, യാത്രാരേഖകൾ തുടങ്ങിയവയാണ് സാഹചര്യ തെളിവുകൾ. ഇവിടെ പറഞ്ഞതുപോലെ പലതരം തെളിവുകൾ പരിശോധിച്ച് സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെട്ടാൽ മാത്രമേ പോക്സോ കേസിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ട് മാത്രം കുറ്റം തെളിയിക്കപ്പെടണം എന്നില്ല. കുട്ടിയുടെ വിശ്വസനീയമായ മൊഴി മുതൽ സാഹചര്യ തെളിവുകൾ വരെ പോക്സോ കേസ് തെളിയിക്കപ്പെടാനുള്ള കാരണങ്ങളാണ്. പോക്സോ കേസുകളെല്ലാം തള്ളപ്പെടുന്നത് പരാതി വ്യാജമായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുമല്ല, മതിയായ തെളിവുകൾ ലഭിക്കാതിരിക്കുകയും സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യങ്ങളും നിയമപരമായ ആനുകൂല്യങ്ങളുമെല്ലാം പോക്സോ കേസ് തള്ളിപ്പോകുന്നതിന് കാരണമാകാം. അതുകൊണ്ട് കേസ് തള്ളപ്പെട്ടു എന്ന് കരുതി അതൊരു വ്യാജ പരാതി ആയിരുന്നുവെന്ന് കരുതാൻ പാടില്ല. വ്യാജ പോക്സോ കേസുകൾ തിരിച്ചറിയുന്നത് കുട്ടിയുടെ മൊഴി മുതൽ മെഡിക്കൽ റിപ്പോർട്ടും ഫോറൻസിക് തെളിവുകളും ഡിജിറ്റൽ രേഖകളും വരെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ്. കോന്നിയിലെ കേസ് വ്യാജ ആരോപണമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടതും മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ തന്നെ ആയിരുന്നു. 13-കാരി നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യമാണ് കേസിനെ മറ്റൊരു തലത്തിൽ എത്തിച്ചത്. പോക്സോ കേസിൽ ശിക്ഷയുള്ളതുപോലെ പോക്സോ സംബന്ധമായി വ്യാജ പരാതികൾ നൽകിയാൽ അതും ശിക്ഷാർഹമാണ്. അപകീർത്തിപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ പണം തട്ടാനോ ആയി മനഃപൂർവ്വമാണ് വ്യാജ പരാതി നൽകിയത് എന്ന് തെളിഞ്ഞാൽ പോക്സോ നിയമത്തിലെ സെക്ഷൻ 22 പ്രകാരം പരാതി നൽകിയ വ്യക്തിക്കെതിരെ നടപടി എടുക്കാവുന്നതാണ്. 6 മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ഇവിടെ ലഭിക്കാം. എന്നാൽ വ്യാജ പരാതി നൽകിയത് കുട്ടികളാണ് എങ്കിൽ അവർക്ക് ഈ വകുപ്പ് പ്രകാരം ശിക്ഷ ലഭിക്കുകയില്ല. കോന്നിയിലെ 13-കാരി ഇവിടെ ഈ നിയമത്തിന്റെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും അവന്റെയോ അവളുടെയോ തെറ്റല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അത്തരമൊരു മാനസിക ആഘാതത്തിൽ നിന്ന് അവരെ കരകയറ്റാൻ ഇരു കൈകളും കൊടുക്കുകയുമാണ് വേണ്ടത്. അതുപോലെ അതൊരിക്കലും ഒരു കുടുംബത്തിന്റെ പിഴവുമല്ല, മാനക്കേടുമല്ല എന്ന് തിരിച്ചറിയുകയും വേണം. നാണക്കേടിനെ ഭയന്നും കുട്ടിയുടെ ഭാവിയെ പ്രതിയുമാണ് പലരും കേസുമായി മുന്നോട്ട് പോകാത്തത്.
നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന കുറ്റപ്പെടുത്തൽ ഒരിക്കലും കുട്ടികളുടെ നേരെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. കുറ്റപ്പെടുത്താതെ മക്കളെ സംരക്ഷിക്കാനും തളർന്നു പോകാതെ അവർക്ക് ബലം കൊടുക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. മാതാപിതാക്കൾ കൂടി തള്ളിക്കളഞ്ഞാൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താകും? കുട്ടിയുടെ വാക്കുകളെ വിശ്വസിക്കുകയാണ് അവനോ അവൾക്കോ കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിന്റെ ആദ്യ പടിയെന്നും നമ്മൾ മറന്നു പോകരുത്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ വ്യക്തികൾക്കെതിരായ കുറ്റം മാത്രമല്ല, അത് മനുഷ്യാവകാശങ്ങൾക്കും ബാല്യത്തിനുമെതിരായ ഗുരുതരമായ ആക്രമണങ്ങളാണ്. ഒരു കുട്ടിയുടെ ചിരി മായുമ്പോൾ ഒരു സമൂഹത്തിന്റെ മേൽ കറുപ്പ് കലരുകയാണ് ചെയ്യുന്നത്. അതുണ്ടാവാൻ പാടില്ല. ബാലലൈംഗിക പീഡനം ഒരു പൈശാചിക പ്രവൃത്തിയാണ്, തിന്മയാണ്. അതിനെതിരെ നാം ഒറ്റക്കെട്ടായി നിന്ന് പോരാടുകയാണ് വേണ്ടത്. ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി കുട്ടികളെ സ്നേഹം നടിച്ചും പ്രണയവും മൊബൈലും പോലെയുള്ളവ നൽകി പ്രലോഭിപ്പിച്ചും തങ്ങളുടെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്തുന്ന കാപാലികരെ തിരിച്ചറിയാനും അവരെ വിലങ്ങണിയിക്കാനും നാം ഉൾപ്പെടുന്ന സമൂഹത്തിന് കടമയുണ്ട്. അതിനായി ചൈൽഡ് ലൈൻ സഹായം തേടാൻ മറക്കരുത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 1098 എന്ന നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കാവുന്നതാണ്. അതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ 112 എന്ന നമ്പറിൽ വിളിച്ച് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിവരം കൈമാറാവുന്നതാണ്. ഒരു രാജ്യത്തിന്റെ പുരോഗതിയും ശ്രേയസ്സും കുട്ടികളുടെ ഭാവിയിലാണ് അടങ്ങിയിരിക്കുന്നത്, അവരുടെ സുരക്ഷിതത്വത്തിലാണ്. കുട്ടികൾക്ക് അവരുടെ ചിരികൾ നഷ്ടപ്പെടുത്താതെ അവരെ കാത്തു സൂക്ഷിക്കാൻ സമൂഹത്തിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. പോക്സോ കേസുകളിലെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ നേടിക്കൊടുക്കാനും ആ തിന്മയുടെ വേരറുക്കാനും നമുക്ക് ഒറ്റക്കെട്ടായി പൊരുതാം. ഇനി ഒരിക്കലും നമ്മളുടെ കുഞ്ഞുങ്ങളെ കഴുകന്മാർ റാഞ്ചാതിരിക്കട്ടെ. അവരുടെ കൂർത്ത നഖങ്ങളാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും മുറിയപ്പെടാതിരിക്കാൻ നമുക്ക് അവരെ എല്ലാ ദിവസവും ഈശോയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.